ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും സിമ്പിളായിട്ടുള്ള ഐറ്റം ആണോ എന്ന്. അതുപോലെ തന്നെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ആദ്യം തന്നെ ഒരു 2 കോഴിമുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നീട് ചെറിയൊരു എരിവിനായിട്ട് കുറച്ച് മുളക് പൊടിയും ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തായിട്ടൊരു 4 പീസ് ബ്രെഡാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇത് നീളത്തിൽ പീസായിട്ടാണ് മുറിച്ച് മാറ്റുവാണേ. സൈഡ് ഭാഗം ഒന്നും കളയേണ്ട കാര്യമില്ല. ഒരു ബ്രെഡ് 2ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രെഡും തന്നെ 2ആയിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും ആദ്യം മുട്ടയുടെ മിക്സിൽ നല്ലതുപോലെ മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ആവുന്ന പോലെ മുക്കിയെടുത്തിട്ട് പിന്നീട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയിലും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ കൈവച്ച് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നന്നായിട്ട്. അപ്പോൾ എല്ലാ ബ്രെഡും തന്നെ നല്ലതുപോലെ മുട്ടയിലും ബ്രെഡിൻ്റെ പൊടിയിലും മുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഓരോ ബ്രെഡായിട്ട് എണ്ണയിലേക്ക് എടുത്ത് ഇട്ട് മൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് 2 ബ്രെഡ് വെച്ച് ഇടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് വേണ്ട 2 ബ്രെഡ് ഞാൻ എണ്ണയിലേക്ക് എടുത്തിട്ടുണ്ട്. ബ്രെഡിന് ഒത്തിരി വേവില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം എന്താ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ചിടാനായിട്ട് പോവുകയാണ്. ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡും എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ട നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ കോരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിൻ്റെ മണ്ടയിലോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ബ്രെഡും മുട്ടയും ഉണ്ടോ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ സോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് കുറച്ച് സോസ് തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രെഡിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കടിച്ച് കഴിക്കുക. എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒത്തിരി ടൈമൊന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ചായ അടപ്പയിൽ തിളയ്ക്കാനായിട്ട് വെക്കുന്ന ആ സമയം മതി ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സാധനങ്ങളും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലെ പുതിയ ഐറ്റംസുമായിട്ട് ഇനിയും വരാവേ.